PSG വേഴ്സസ് ഇന്റർ മിയാമി ഈ ഒരു മാച്ചിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യമായിരുന്നു PSG ഇന്റർ മിയാമിയെ പഞ്ഞിക്കിടും എന്നുള്ളത്. സോ അത് തന്നെ സംഭവിച്ചു. 4-0 എന്നുള്ളൊരു സ്കോറിന് ഇന്റർ മിയാമിയെ പഞ്ഞിക്കിട്ടു, ടോട്ടലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു PSG എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്റർ മിയാമി അത്ര നല്ലൊരു ടീമല്ല, MLS പോലും നല്ല ഫോമിൽ കളിച്ചിരിക്കുന്ന ഒരു ടീമല്ല ഇന്റർ മിയാമി. പക്ഷേ PSG എന്ന് പറയുന്നത് UCL ചാമ്പ്യൻസ് ആയിട്ടുള്ളൊരു ടീമാണ്. ലൂയിസ് എൻട്രിക്കെ പല യങ് ടാലൻറ്റിനെയും കൊണ്ടുവന്ന് വാർത്തെടുത്ത് കിഡ്ലനായി നിൽക്കുന്ന ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് PSG എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷേ ഇന്റർ മിയാമിയുടെ ഭാഗത്തു നിന്നും നല്ലൊരു അറ്റാക്ക് ഇല്ലായിരുന്നു ഈ ഒരു ഗെയിമിൽ. ആകെ സെക്കൻഡ് ഹാഫിൽ മെസ്സിയുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഹെഡർ ഉണ്ടായിരുന്നു. അത് മാത്രമാണ് ഡോണോറുമക്ക് കുറച്ചൊന്ന് ചലഞ്ചായത്. ബാക്കി ഒരു അറ്റാക്കും ഇന്റർ മിയാമിയുടെ ഭാഗത്തു നിന്നും ഇല്ലായിരുന്നു. അതായിരുന്നു ഈ ഒരു മാച്ചിൽ ഭയങ്കര സങ്കടകരമായി നമ്മൾ നോക്കി നിന്നൊരു കാഴ്ച എന്ന് പറയുന്നത്. ആ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ തന്നെ PSG തന്നെ അവർ പല പ്ലേയേഴ്സിനെയും റിസർവ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഒസ്മാൻ ഡെംബലെ ഒന്നും ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയിട്ടില്ല. സെക്കൻഡ് ഹാഫ് ആയപ്പോഴേക്കും അവരെ ക്യാപ്റ്റൻ മാർക്കിന്യൂസിനെ പിൻവലിച്ചു, ഹക്കീമിയെ പിൻവലിച്ചു, ന്യൂനോ മെൻഡസിനെ പിൻവലിച്ചു, അങ്ങനെ കുറേ പേരെ പിൻവലിച്ചു. സോ PSG ഈ മാച്ചിൽ സിമ്പിളായിട്ട് അവർ ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ. ഇനി അവരുടെ നെക്സ്റ്റ് ക്വാർട്ടർ ഫൈനൽ ഒപ്പോണന്റ് എന്ന് പറയുന്നത് ബയൺ മ്യൂണിക്ക് ആയിരിക്കും. അത് നല്ലൊരു മാച്ച് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിൽ. സോ നമുക്ക് നോക്കാം എന്തായാലും. ഇനി ലയണൽ മെസ്സിയുടെ ഇന്റർ മിയാമി അങ്ങനെ എലിമിനേറ്റഡ് ആയി പോയിട്ടുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ നിന്നും. സോ നമുക്ക് നോക്കാം എന്തായാലും. താങ്ക് യു സോ മച്ച്.